അപ്പോൾ ഗായ്സ് നമ്മളിതാ ഒരു ഡ്രാഗൺ മാർട്ടൊക്കെ പോവാണ്. ഡ്രാഗൺ മാർട്ടൊക്കെ പോയോണ്ടിരിക്കാം. അവിടേക്കാണ് ഗായ്സ് നമ്മൾ നടപ്പിക്കാനായിട്ട് ഇനി ഗായ്സ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡ്രാഗൺ മാർട്ട്. നമ്മൾ വണ്ടിക്കട പാർക്ക് ചെയ്ത് വെച്ചാണ്ടാണ് നമ്മളിതാ പോരാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ളിലെത്തിയിട്ട് ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി. ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഗൈസ് നമ്മളിതാ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഉള്ളിലെത്തിയില്ല, ഉള്ളിൽ കയറിയോണ്ട് നിൽക്കണം. ഇതാണ് ഇതിൻ്റെ ഭാഗം. നമ്മൾ പോണ സ്ഥലം, അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്ന സ്ഥലമാണ്. ഇതാണ് ഡ്രാഗനൊക്കെ പിന്നെ പെട്ടക്കണ ഡ്രാഗൺസ്. ഇത് ഡ്രാഗൺ മാർട്ടിൽ ഫുള്ളും ഡ്രാഗനാണ്. ഓക്കെ ഗൈസ്, ഡ്രാഗനൊക്കെ കണ്ടില്ലേ ഇവിടുന്ന് പൊക്കണേ. നമ്മൾ നമ്മളുടെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് മുകൾക്ക് അടിക്കും കയറണം. കയറിയിട്ട് നമ്മളിതാ അങ്ങനെ നമ്മളെ കയറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുകൾക്കെത്തണം. മുകളിലെത്തിയിട്ടാണ് അതിൻ്റെ ബാക്കി പണി. മുകൾക്ക് കയറുകയാണ് നമ്മൾ മുകൾക്ക് കയറുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ ഇനിയും വിട്ടു പോലെ ഞാൻ എന്താ വരുന്നേ കോമഡി വീഡിയോ അല്ല, സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഞാൻ മനസ്സിൽ കിട്ടുന്നൊക്കെ തന്നെ ഭാര്യ വലിച്ചു കയറി. ഞാൻ എൻ്റെ എപ്പോഴാണ് വർത്തമാനം പറയുന്നത്. നമ്മളിതാ ജമ്മിൻ്റെ കൂടെ നമ്മളിതാ ഇനി അങ്ങോട്ട് പോവാണ്. നമ്മൾക്ക് കയറിയില്ല, മുകളിൽ കാര്യമായിട്ട് ഒത്തുമില്ല. അതുകൊണ്ട് ഞാൻ മുകളിൽ കയറുന്നില്ല. ഇവിടെയാണ് കാര്യമായിട്ട് നമ്മൾ നോക്കുന്നത്. അതല്ല, ഇവിടെ കുറച്ച് മുട്ടായികളാണല്ലേ, മുട്ടായികൾ, സവനപ്പ്, പെപ്സി എല്ലാവരും കണ്ടില്ലേ ഗൈസ്. നമ്മളിതാ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകും. ഏതോ ഒരു പെണ്ണുപിള്ള മുന്നിൽ കൂടെ നടന്നു പോകും. അതാണ് വന്നത്. അയ്യോ, റോസ് കുപ്പായൊക്കെ ഇട്ട് പോണത്. അതാ എൻ്റെ അപ്പച്ച മുന്നേ നടക്കണത്. അപ്പച്ചക്ക് മുന്നേ തന്നെ നടക്കണം. മുന്നേ നടന്ന് പോകണമല്ലേ രാജാവിൻ്റെ പോലെ. അങ്ങനെതാ എൻ്റെ അപ്പച്ചിനോട് ചിത്തക്കൊക്കെ പറയുന്നുണ്ട്. നമ്മളിതങ്ങനെ പോയോണ്ട് നിൽക്കണം. ഇങ്ങനെ എൻ്റെ അമ്മച്ചിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ അമ്മച്ചി അങ്ങനെ പറയുന്നത്. ഇത് എത്താവണമെന്നോ ഏതോ ഒരു കൃഷ്ണൻ എന്തോ പിടിച്ചോ എന്തോ ഒരു കുന്ത പിടിച്ചെങ്കിൽ നിൽക്കണ്ടാണ്. ഏതൊരു പ്രതിമ. എന്തായാലും ചൈനീസിൻ്റെ ഇതാണെന്നാണ് തോന്നുന്നത്. ഇത് ചൈനീസിൻ്റെ ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. അല്ലേ, നിരങ്ങണൊക്കെ നിരങ്ങണ ഷൂവാണ്. കൊറിയൻ ബാഗിന് കിട്ടിയതൊട്ട് പോകുന്നതാണ്. കൊറിയൻ ബാഗ് എങ്ങനെ എന്തെങ്കിലും വാങ്ങണം. മൈനായിട്ട് സൈക്കിളൊക്കെ ഇവിടുന്ന് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. സൈക്കിൾ മിക്കവാറും വാങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, മിക്കവാറും ഞാനിന്ന് ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിയുണ്ടാവില്ല. അങ്ങനെയുണ്ട് ഇതൊക്കെ എത്താനാ വന്നത്. ഇതൊക്കെ ഞങ്ങളൊന്ന് കണ്ടു. ഇതൊക്കെ അതായത് ഡ്രസ്സൊക്കെ ഇതാ ഗൈസ്, ഡ്രസ്സ് നിങ്ങളെന്നെ കണ്ടോളി. അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിതാ വീട്ടിലൊക്കെ ഒരു സ്ഥലത്തിലെത്തിയിട്ട് സുന്ദര അടിപൊളി സുന്ദരം. എന്താ മാല സുന്ദരം, നല്ല രസമുള്ള കാണാൻ മാല. എന്താ രസം കാണാൻ. അങ്ങനെ 6-5 ഇന്ന് എൻ്റെ ക്ലാസ് മാർട്ടിനാണുള്ളത്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കണ്ട. ഇങ്ങനെ ക്ലാസ് കേട്ടിട്ടില്ല. എന്തായാലും കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഇങ്ങനെ പോവാണ്. ഞാനിതാണ് എന്താ അതാണത് ഗൈസ്. ശക്തിമാൻ ജോക്കർ, ശക്തിമാൻ ഇന്നും കൂട്ടാതെ പിന്നും പോണതാ. നിൽക്കടാ അവിടെ, ഞാനും കൂട്ടി പോകില്ല. ഞാനിതാ ഗൈസ് എത്തിയിട്ട് അതാ ഗൈസ്. ഇത് നോക്കിയേ, അനങ്ങണില്ലേ. ഇത് മാത്രം അനങ്ങണില്ലേ. ആടെ കയ്യൊക്കെ
ഗൈസ് അവിടെ കഴിക്കുമ്പോൾ മാത്രം വെള്ളമുണ്ട്. ഇവിടെ ഒന്നും വെള്ളമൊന്നുമില്ല ഗൈസ്. ഇവിടെ കഴിക്കുമ്പോൾ മാത്രം വെള്ളം. എന്താ ഓ ഇത് നല്ലോണം കറങ്ങുന്നുണ്ട് ഗൈസ്. ഇവിടെ ഡോണ്ട് ടച്ച് ബോൾ നീറ്റ്. ഇവിടെ ഞാനല്ലാതെ ആരും ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡ്രസ്സ് കാണണ്ടേ നമ്മ കാണണ്ട. ഒരാളിങ്ങോട്ട് വരാണ്ട് ഹനീന്. എന്നിട്ട് വരാനൊന്നുമില്ല. ഹനീൻ എന്നൊരു കുരുത്തക്കേട് കളിക്കണ ഒരു ചെക്കന. അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പറ്റിയതാണ്. ഇവിടെ കണ്ടു ക്രോക്കൊക്കെ ഇട്ട് വെച്ചാൽ എന്താണ് ഒരു കാര്യം കാണിച്ചത് ഗൈസ്. ഒരു അടിപൊളി സാധനം കാണിച്ചത്. നല്ല അടിപൊളി സാധനം കാണിച്ചത്. നോക്കി